നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം പാടുവാൻ സ്തുതിപ്പാലിക്കും കർത്താവ് കൃപ നൽകിയല്ലോ. മറവിടമായി അതേ കർത്താവ് ഞങ്ങൾക്ക് ഏതൊരാപത്തിലും ഏതൊരനർത്ഥത്തിലും മറയുവാൻ തക്കവണ്ണം ഉറപ്പുള്ള പാറയായിക്കൊണ്ട് കർത്താവെ സങ്കേതമായിക്കൊണ്ട് നീയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി മഹിമയുടെ വലത്തുഭാഗത്തിലേക്ക് നീ ആകാശമേഘങ്ങളിലൂടെ കടന്നു വരുന്ന ഞങ്ങളുടെ സ്നേഹിതനായിരിക്കാൻ, ഞങ്ങളുടെ രക്ഷ, ഞങ്ങളുടെ വീണ്ടെടുപ്പ് നീതീകരണമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ് എളിയവരോട് സംസാരിച്ചാട്ടെ, ബലഹീനരെ താങ്ങിയാട്ടെ കർത്താവ്, നിന്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ, നിന്റെ വലങ്കൈ ഉയർന്നിരിക്കട്ടെ, വീര്യം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയത്തക്കവണ്ണം കർത്താവ് നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ, അവിടെ തലമുറകളെ, വസ്തുവകളെ, ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെയും ഇതിൻ്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വ ക്രൂശിനെ കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയെ കൂടെ കർത്താവ് നമുക്ക് അനുവദിച്ചു വന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ആമേൻ നമ്മുടെ മധ്യത്തിൽ ആമേൻ നിരയൊക്കെ ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവനായി ഇപ്പോഴുമുണ്ട്. നമുക്കത് വിശ്വാസത്താൽ അനുഭവിച്ചറിയാം. ചരിത്രമല്ല, അവനെക്കുറിച്ചുള്ള നോളേജ് അല്ല, വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാനുള്ള സാഹചര്യം അവൻ നമുക്ക് ഫ്രീ ഓഫറായിട്ട് തരുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ആശ്രയിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ തന്നെ കുറച്ചും കൂടി ഒരു അവസരമായി ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ അതിൻ്റെ പാരഗ്രാഫ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എഫേസ്യ ലേഖനത്തിലും അതേപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിലും പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നതാണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ആൾക്കാർക്ക് അറിവായില്ലാതിരുന്ന കാര്യം അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ്റെ അപ്പസ്തോലന്മാർക്ക് ഈ കാലത്തുഘട്ടത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു മർമ്മത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോൾ പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അല്ലെങ്കിൽ ജാതികൾക്കും ക്രിസ്തുവേശുകളുടെ വിശ്വാസത്താൽ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനുള്ള അവസരം കിട്ടുമെന്ന് പറയുന്നു. എന്നിട്ട് അത് വിശദീകരിച്ച് വന്നിട്ട് പറയുകയാണ്. നമ്മൾ ഈ വായിച്ച വാക്യം തന്നെ ഞാൻ അല്പമായിട്ട് ചിന്തിച്ചിരുന്നു. അവിടെ പ്രവേശനമുണ്ടെന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതൊന്നും കൂടിയും ഞാൻ അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് അല്പം അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വാക്യം നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വാക്യമാണ്. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. വിശ്വാസികളോട് പോലും ചോദിച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് അനാദികാലം മുതലേ അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു കാര്യം? യേശു ക്രിസ്തുവിൽ എന്താണ് അവൻ നിവർത്തിച്ചത്? അത് സഭ മുഖാന്തരം എങ്ങനെയാണ് നമുക്ക് അറിവായി വരുന്നത്? എന്നിട്ട് പറയാണ്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസം നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പോൾ എവിടേക്കോ ഒരു പ്രവേശനം ലഭിക്കുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എല്ലാവരും ചിന്തിക്കുന്നത് സ്വർഗത്തിൽ പോകാമെന്നുള്ള കാര്യമാണ്. സ്വർഗത്തിൽ പോകുന്നതല്ല വലിയ കാര്യം. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീരുക. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇപ്പോൾ നടക്കേണ്ടത്. സ്വർഗത്തിൽ പോകുന്ന കാര്യം വളരെ സിമ്പിളായൊരു കാര്യമാണ്. പക്ഷേ ഈ കാര്യം നമ്മളിൽ നടക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിനാണ് നമുക്ക് ഈ ഇടുക്കമുള്ള പാതയിൽ കൂടെയും ഞെരുക്കമുള്ള വഴിയിൽ കൂടെയൊക്കെയും ഇടുക്കമുള്ള വാതിലിൽ കൂടെ ഞെരുക്കമുള്ള പാതയിൽ കൂടെയൊക്കെ നടക്കേണ്ട ആവശ്യകത. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ ഹ്യൂമൻ നേച്ചർ, പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ വാഴണം. നമുക്ക് വലിയ കാര്യമാണ്, ദൈവത്തിന് സ്നേഹമാണ് കാര്യമൊക്കെ പറയും. പക്ഷേ നമ്മുടെ നേച്ചർ അതാണ്. ഏതും തോട്ടത്തിൽ നമ്മൾ സമ്പാദിച്ചതാണ്. ഇത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ ഇങ്ങനെ ഒരു നേച്ചർ മറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്തോ വീണ്ടുജനം പ്രാപിക്കുന്ന സമയത്തോ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാലും തന്നെ ഇത് മാറിപ്പോകുന്നില്ല.
ഈ ഒരു നേച്ചർ നമ്മളിൽ അന്ത്യത്തോളമുണ്ട്, ഈ ശരീരത്തിന് വേർപ്പെടുന്നോടത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുവാനാണ് നുകത്തിൻ കീഴിലാകുക, അല്ലെങ്കിൽ ഇടുക്കമുള്ള വാതി തിരഞ്ഞെടുക്കുക, ഞെരുക്കമുള്ള പാത എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമുക്കത് ഭാരമുള്ളതല്ല, പ്രയാസമുള്ളതല്ല. നാം കൺട്രോൾ ഇല്ലാതെ ക്രിസ്തുവിനെ കൂടാതെ വാഴുവാനുള്ള പാതയിലേക്ക് കാൽ വയ്ക്കാതിരിക്കത്തക്ക വേണം അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അനാദി നിർണയപ്രകാരം ക്രിസ്തുവിൻ നിവർത്തിച്ച കാര്യം സഭ മുഖാന്തരം അറിവായി വരുന്നത് എന്ന് നമ്മൾ അവിടെ അത്ര വായിച്ചാൽ മനസ്സിലാകില്ല. എന്നാൽ അവനിൽ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസം നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്രിസ്തു ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടേക്ക് നമുക്കൊരു പ്രവേശനമാണ് ഈ വാക്യത്തിൽ കൂടെ, അല്ലെങ്കിൽ പോൾ പറയുന്ന ഈ മർമ്മത്തിൽ കൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത് ഹെബ്രായ ലേഖനത്തിൽ കൂടെ നമ്മൾ ചിന്തിച്ചിരുന്നു അല്പമായിട്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ ജൂസിന് സംഭവിച്ചത് എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഒന്ന് വരാം. ഹീബ്രു ചാപ്റ്റർ 4 1 തുടങ്ങി വായിക്കണം. പെട്ടെന്ന് വായിച്ചു പോകാം. ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ വാക്യങ്ങളൊന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഇസ്രായേലോട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് വാഗ്ദത്തം ചെയ്ത പ്രോമിസ് ലാൻഡിലേക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിവരിച്ചിട്ട് വിവരിക്കുന്നതിന് മുമ്പേ തന്നെ പറയാണ്, അവർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് വരാതിരിക്കത്തക്കവണ്ണം ഭയപ്പെടുക. അതായത് വളരെ സീരിയസ് ആയിട്ട് കോഷ്യസ് ആയിട്ട് യാത്ര ചെയ്യേണ്ട ഒരു പാതയാണ് വിശ്വാസ പാതയെന്ന് പോളോട് വാണിംഗ് ചെയ്യാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം എബ്രായ ലേഖനത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും യഹൂദ മതവിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിൽ വന്നവരാണ് ഈ എബ്രായ മതത്തിൻ്റെ സഭയിലുള്ളവർ. അവിടെ ദുരുപദേശങ്ങൾ കടന്നു വന്നപ്പോൾ പൗലോസാണ് എഴുതിയെന്ന് പറയുന്നതുകൊണ്ട്, എന്നാൽ പൗലോസിനെ പോലെ തന്നെ ദൈവവചനത്തിലും ന്യായപ്രമാണങ്ങളിലും പഴയ നിയമത്തിലുള്ള വിഷയങ്ങളിലൊക്കെയും പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയും നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ്. ഒരു സെക്കൻഡ് ജനറേഷൻ എഴുത്തുകാരനാണ്, വിശ്വാസിയാണ്. എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് തന്നെ ആയിരിക്കാലും ദൈവത്തിൻ്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. അപ്പോൾ ദുരുപദേശത്തിൻ്റെ ആഴങ്ങൾ ഇങ്ങനെയായിരുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, യേശു ദൈവപുത്രനല്ല, ദൈവമല്ല, ഒരു ദൂതനായിരുന്നു. അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഡോക്ട്രിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ദൂതന്മാരെക്കാളും ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനം 1-ാം അധ്യായം സ്ഥാപിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. 3-ാം അധ്യായത്തിൽ മോശയെക്കാളും ശ്രേഷ്ഠനാണെന്ന് വിവരിക്കുന്ന ഒരു കാര്യമാണ് 3-ാം അധ്യായം പറയുന്നത്. 4-ാം അധ്യായത്തിലും കുറച്ചൊരു വാണിംഗ് കൂടെ പറയുകയാണ് ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ കാര്യങ്ങളൊക്കെയും. 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 8, 9, 10 അധ്യായങ്ങൾ വരേക്കും മഹാപാപ പരിഹാര ശുശ്രൂഷ, മഹാപുരോഹിതൻ, അഹ്റോനേക്കാളും ക്രിസ്തു ശ്രേഷ്ഠനാണ്, യാഗങ്ങളെക്കാളും ക്രിസ്തുവിന്റെ യാഗം ശ്രേഷ്ഠമാണ്, അതേപോലെ ആലയത്തിനേക്കാളും ക്രിസ്തുവിന് തന്നെ ആലയം ശ്രേഷ്ഠമാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് എഴുതി ഖണ്ഡിച്ചുകൊണ്ട്, വ്യാജ ഉപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിൽ കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്. ഇസ്രായേൽ എന്തു സംഭവിച്ചു? അവിടെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അവർക്ക് പറഞ്ഞിരുന്ന പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത് ഇനി വരുവാനിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയാണ്. എന്നാൽ ഫിസിക്കലായിരുന്ന അവരുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത് കാനാൻ ദേശം ഇതായിരുന്നു. അപ്പൊ എവിടേക്ക് അവരുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം എന്നൊരു പ്രോമിസ്ഡാണ് അടിമത്വ ദേശത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ പുറപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് മോശയോട് കൂടെ പറഞ്ഞത്. അതൊക്കെ നമുക്ക് ചിന്തിച്ചു വരാം. എന്നാൽ അവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് പറയുകയാണ് ഓരോരോ സ്റ്റെപ്പിലും. 1-ാം അധ്യായത്തിൽ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്നും 2-ാം അധ്യായത്തിൽ വാണിംഗ് കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്നും 4-ാം അധ്യായത്തിൽ വന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെയും 5-ാം അധ്യായത്തിൽ അഹ്റോനേക്കാൾ ശ്രേഷ്ഠനാണെന്നും 6-ാം അധ്യായത്തിൽ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗമാണ്, പരമയാഗമാണ് അവൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് 10-ാം അധ്യായം വരേക്കും
ഈ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. പിന്നെ 11-ാം അധ്യായത്തിലാണ് വിശ്വാസി വീരന്മാരുടെ ഒരു പട്ടിക തന്നെ പറയുന്നത്. 12-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4-ാം അധ്യായത്തിന്റെ സ്റ്റെപ്പിൽ നിന്നിട്ട് ഞാൻ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെന്നുള്ളൂ. ഈ ഹീബ്രു വിശ്വാസികൾ എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് മറ്റു ഉപദേശങ്ങളും എല്ലാം കടന്നു വന്നപ്പോൾ ദൈവദാസന്മാർ എങ്ങനെയാണ് സഭയെ രക്ഷിക്കാൻ നോക്കുന്നത്, ദൈവമക്കളെ രക്ഷിക്കാൻ നോക്കുന്നത്, അവിടെ ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തം എന്താണ്, വിശ്വാസികളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് കൂടി ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു പിന്നുകൊണ്ട് ഒരു കുത്തിക്കൂടെ കുത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കലെന്ന് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു. എസ്കേ പ്രവചനം 20-ാം അധ്യായം നോക്കിയ 3 പ്രാവശ്യം ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു അവന്റെ ക്രോധത്തിലാണ്. പിൽക്കാലത്ത് ഒരിക്കൽ കൂടെ പ്രവേശനം ഉണ്ടെന്നൊരു പ്രോമിസ് കൊടുത്തോണ്ട് പുതിയ നിയമ വിശ്വാസികളെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവരെ പോലെ നാമസ്വത് വർത്തമാനം, സുവിശേഷം അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് കേട്ടവരായിരുന്നു. For unto us was the gospel preached as well as unto them, but the word preached did not profit them. സുവിശേഷം കേട്ടത് അവർക്ക് ഗുണമായില്ല. അത് പച്ച ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ നാമം സത് വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട്. ഞാൻ നാളുകളായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. ഇന്റലക്ച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നതും സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഈ ഇന്റലക്ച്വൽ ഫെയ്ത്തിലാണ് മിക്കവാറും വിശ്വാസികൾ ഇരിക്കുന്നത്. ഒരു പരിശോധന വരുമ്പോൾ അവർക്ക് അറിയാം ഞാൻ സേവിങ് ഫെയ്ത്തിലാണോ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിപരമായ വിശ്വാസത്തിലാണ് പോകുന്നത്. ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും യൂട്യൂബിൽ കൂടെ കേൾക്കുകയാണെങ്കിൽ തന്നെയും ഇതൊന്ന് ശോധന ചെയ്യുക. എൻ്റെ ഫെയ്ത്ത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണോ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ വിശ്വാസം, അറിവും വിശ്വാസമാണോ ഞാൻ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഒരു പരിശോധന വരുന്ന സമയത്ത് നിങ്ങൾ എന്തിൽ ആശ്രയിക്കുന്നു. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് സേവിങ് ഫെയ്ത്ത് ആണ്. അല്ല, നിങ്ങൾ സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമാണ്. അത് വേണമെങ്കിൽ ഇപ്പോൾ തച്ചുടച്ച് കളയുക. കർത്താവിനോട് ഏറ്റുപറയ, കർത്താവേ എൻ്റെ ബുദ്ധിപരമായ ഫെയ്ത്ത് ആയിരുന്നിട്ടാണ് പരിശോധന എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. പരിശോധനയിൽ നമ്മളിത് പാടി മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടം അവനെ ചിറകടി പാടിയത് വെറുതെ പാടിയതല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ അത് അനുഭവിച്ച ദൈവദാസന്മാർ എഴുതി വെച്ച പാട്ടുകളാണ്. പലവിധ ശോധനകൾ വരുമ്പോൾ അവൻ എന്നെ കരുതുന്നതും എൻ്റെ കൂടെയുണ്ട്. ഇതാണ് ഫെയ്ത്തിന്. അവര് വിശ്വാസമായി പരിണമിച്ചില്ല. നിങ്ങളുടെ പിതാക്കന്മാരെ അബ്രഹാമിനോട്, ഇസാക്കിന്, യാക്കോബിനോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുപോകാം, നിങ്ങളോട് പോകാനല്ല പറയുന്നത്, ഞാൻ കൊണ്ടുപോകാം എന്നാണ് 3-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അടയാളങ്ങൾ കാണിച്ചു. വടിയെ പാമ്പാക്കി, പാമ്പിനെ വടിയാക്കി, കൈമാറുമ്പത്തിലിട്ട് കുഷ്ഠം വന്നു, കുഷ്ഠം മാറി, ജനം വിശ്വസിച്ചു. 10 വിധ ബാധകൾ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് വന്ന് മിസ്രൈം ദേശത്ത് ആചരിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെയൊന്നും തന്നെ ദൈവങ്ങളല്ല എന്ന് അവയുടെ മേൽ ന്യായവിധി നടത്തിക്കൊണ്ട് 10 വിധ ബാധകൾ ഗോശൻ ദേശത്ത് ഒന്നും ഭവിക്കാതെ മിസ്രൈമിന്റെ മറ്റു ദേശങ്ങളൊക്കെയും ഭവിച്ചപ്പോൾ ഗോശൻ ദേശത്ത് പാർത്തിരുന്ന ഇസ്രായേൽ മക്കളുടെ ലാൻഡിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. അങ്ങനെ ദൈവത്തിന്റെ പരിധിയിൽ അന്ന് പ്രായശ്ചിത്തം നടന്നിട്ടില്ല. ചോരത്തിൽ ആചരിക്കുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത്. 10ാമത്തെ ബാധയിലാണ് പ്രായശ്ചിത്തന്റെ കാര്യം വരുന്നേ ഉള്ളൂ. അങ്ങനെ ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊടുത്തുകൊണ്ടാണ് അവരെ പുറപ്പെടുവിക്കുന്നത്. ആ അടിമത്വത്തിന്റെ അല്ലെങ്കിൽ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ നടത്തുന്നത്, ഒരു അടയാളമായിട്ട് തന്നത്. ആ ചോരത്തളി ആചരിച്ചതിന് ശേഷം തീയിട്ടുള്ളതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരയുടെ കൂടെ തിന്നതിന് ശേഷമുള്ള ഇസ്രായേലിന്റെ വാല്യൂ എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. അതിന്റെ മുമ്പിൽ ഫറവോന് സൈന്യവും ഫറവോന്റെ ആലോചന പറഞ്ഞു കൊടുത്തമാരും എല്ലാവരും കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ചെങ്കടൽ അതിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ.
മുന്നോട്ടുള്ള യാത്ര വിശ്വാസത്തോടെ എല്ലാ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുകയായിരുന്നു. മരുഭൂമി കൂടെയാണ് യാത്ര എങ്കിൽ തന്നെയും അവരുടെ കെയർ കൃത്യമായി പ്രൊട്ടക്ഷൻ കാണാമായിരുന്നു. മാറിയെ മധുരമാക്കി ഏലിമിലെ കാര്യം മുന്നോട്ട് പോൽ ദൈവത്തിലുള്ള ഭയം അവർക്ക് വരത്തക്ക വേണം, അതായത് ഭക്തി വരത്തക്ക വേണം, സ്നേഹത്തോടെ ഭയം വരത്തക്ക വേണം. ഹോരേബിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു, ഒരു വിഗ്രഹം കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. കൂടുതൽ വാണിംഗ് കൊടുത്ത് നിങ്ങൾ യാതൊരു അന്യ ദൈവങ്ങൾ സേവിക്കരുത്. ഒന്നാമത്തെ കൽപ്പന പറഞ്ഞതല്ലയോ, നിങ്ങളെ മിശ്രദേശ അടിമ വീടാൻ മിശ്രദേശത്ത് കൊണ്ടുവന്ന ഞാനാവുന്നു നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പരിശോധന എല്ലാം നടന്നു. എല്ലാം പറഞ്ഞ ദൈവം ദീർഘക്ഷമയോടെ ഇവിടെ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ഏതൻ തോട്ടം തുടങ്ങി ദൈവത്തെ കൂടാതെ വാഴണം എന്നുള്ളതാണ്. ഇത് നമ്മളിൽ എപ്പോഴും മറിഞ്ഞു കിടക്കുന്നുണ്ട്. വിടുജനം പ്രാപിച്ചവനായാലും രക്ഷിക്കപ്പെട്ടവനായാലും ശുശ്രൂഷകനായതിൽ തന്നെയും മറഞ്ഞിരിക്കുന്ന ഒരു നേച്ചറുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടാതെ മറഞ്ഞിരിക്കുന്ന ഒരു നേച്ചറുണ്ട്. അതിനെയാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. ദൈവത്തെ കൂടാതെ വാഴണം. അങ്ങനെ വന്ന് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് അവർ വാഗ്ദത്ത പ്രോമിസ് ലാൻഡിലേക്ക് കടന്നു പോകാനുള്ള വാഗ്ദത്തം കൊടുക്കുന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യം തുടങ്ങി വായിക്കാം. യാക്കോബിനെ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കാനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രമുഖന്മാരായിരിക്കണം. ഇവിടെ ഇത്രയും വായിക്കാൻ നമുക്ക് തോന്നും ദൈവമല്ലയോ പറഞ്ഞത് ആളുകളെ അയക്കാനെന്ന്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ മോശ വിശദീകരിക്കുന്നത്, ആവർത്തന പുസ്തകം ചാപ്റ്റർ 1-ന്റെ 1-ാം വാക്യത്തിൽ 20-ാം വാക്യം തുടങ്ങി ഞാൻ വായിക്കുന്നേ ഉള്ളൂ. വേഴ്സ് 20 ഓൺവേഴ്സ്. അപ്പോൾ ഞാൻ നിങ്ങളോട്, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാടുകൾ വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകരുത് എന്ന് പറഞ്ഞു. മിസ്രൈം ദേശത്ത് തുടങ്ങി ചോരത്തിൽ ആചരിച്ചതിന് ശേഷം തുടങ്ങിയുള്ള ഓരോ അനുഭവങ്ങളും കണ്ട സ്മരണയുള്ള ജനത്തോടാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി ദൈവക്രോധത്തിന്റെ പാനാപാത്രം മുഴുവനും കുടിച്ചുകൊണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്റെ മേൽ വരേണ്ട ശിക്ഷ നിനക്ക് പകരമായി അവൻ ഏറ്റെടുത്തപ്പോൾ നിന്റെ മെറിറ്റ് അല്ല ദൈവത്തോട് നിരപ്പിച്ചത്, നിന്റെ മെറിറ്റ് അല്ല ദൈവം കണക്കിടുന്നത്. നിനക്ക് വേണ്ടി പാപ പരിഹാരമായി തീർന്നവന്റെ അവന്റെ മെറിറ്റാണ് കണക്കിടുന്നത്. അതുകൊണ്ട് നിന്നെ പറയുന്നത്, വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് പറയുന്നത്, നീ എന്റെ പ്രിയ മകൻ, പ്രിയ മകൾ എന്നാണ്. എന്നിട്ട് പറയാണ്, ഈ വിശ്വാസ പാത, നീ തെരഞ്ഞെടുത്ത പാത എന്തിനു വേണ്ടിയാണ് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും വെച്ചിരിക്കുന്നത്? നിന്നിലൊരു നേച്ചർ ഉണ്ട്, ദൈവത്തെ കൂടാതെ വാഴണം എന്നുള്ള സ്വഭാവം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അല്ല എങ്കിൽ നിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നേച്ചറാണ് ക്രിസ്തുവിനെ കൂടാതെ വാഴണം. ഈ നേച്ചറിലേക്ക് നീ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇടുക്കമുള്ള വാതില്. ഇപ്പൊ നമ്മള് ഈ ഇസ്രായേലിന്റെയും അമേരിക്കയും എന്ന് ഇറാനോടുള്ള വാർത്തത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത് വേൾഡിന്റെ 20% വരുന്ന ഓയിൽ ട്രാൻസ്പോർട്ട് നടക്കുന്ന ഒരു വഴിയാണ്. അവിടെ കുവൈറ്റിന്റെ ബോർഡർ തുടങ്ങി താഴോട്ട് വരുമ്പോൾ കുവൈറ്റ്, അതിനുശേഷം ബഹ്റിൻ, അതിനുശേഷം സൗദി അറേബ്യ, ഖത്തർ, അതിനുശേഷം മിഡിൽ ഈസ്റ്റ്, ഒമാൻ, ഈ രാജ്യങ്ങളിലെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ കടന്നു പോകുന്നത്. അതുപോലെ ഇറാന്റെ സൈഡിൽ, മറ്റേ സൈഡിൽ ഇറാന്റെ സൈഡിലുള്ള ഓയിൽ കൊണ്ട് പൊടന്നു പോകുന്ന ഈ വഴി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞാൽ, സ്ട്രേറ്റ് നേരെ എന്നുള്ളതല്ല, സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഇടുക്കം. കപ്പലുകൾ എത്ര വലിയ കപ്പലുകളായാലും, എത്ര ബില്യൺസ് ഓഫ് ബാരൽസ് ഓയിലോ അല്ലെങ്കിൽ ഗ്യാസോ LPG കൊണ്ടുവരുന്നതായാലും, അവിടെ വരുമ്പോൾ ഒന്ന് തിരിയണം, ഒന്ന് ടേൺ ചെയ്യണം. വന്ന സ്പീഡിൽ അങ്ങ് പോകാൻ പറ്റില്ല. അതിനാണ് ഈ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ക്രിസ്തുവിനെ കൂടാതെ വാഴണം. ഈ ആഗ്രഹത്തിലേക്ക് പോയി നീ നശിക്കാതിരിക്കത്തക്ക വേണം ഒരു ഇടുക്കം നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത് നിന്റെ നന്മയ്ക്കാണ്, അല്ല ദൈവം നിന്നെ കൊല്ലുവാനല്ല. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ.
നിന്നെ നശിപ്പിക്കുവാനല്ല നിന്റെ ജീവിതത്തിൽ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി വെച്ചിരിക്കും. നിന്നെ ഞെരുക്കി കൊല്ലുവാനല്ല. ഇപ്പൊ മുന്നോട്ട് പറയാണ്, നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അത് ചെന്ന് കൈവശമാക്കിക്കൊള്ളു. ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. ക്രിസ്തുവിനുള്ള പാത, ഇടുക്കമുള്ള പാത തിരഞ്ഞെടുക്കുവാൻ, ഞെരുക്കമുള്ള വഴി തിരഞ്ഞെടുക്കാൻ ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. നിനക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരുവാൻ, നിന്റെ വ്യക്തിപരമായ പാപത്തിന്റെ ശിക്ഷ മുഖാന്തരം നിന്റെ മേൽ വരേണ്ട ദൈവ ക്രോധാഗ്നിയുടെ പാനപാത്രം നിനക്ക് പകരമായി മുഴുവനുമായിട്ട് കുടിച്ച് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരാണ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തും ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ചെയ്യുവാൻ അധികാരമുള്ളവനാണ് നിന്നെ വസിക്കുന്നത്. ക്രൂശിൽ നേടിയ ജയത്തിന്റെ ഭാഗമാക്കുവാൻ, ഷെയർ ഹോൾഡേഴ്സ് ആകുവാൻ, അതായത് ലോകത്തിന്മേൽ ചെയ്യാം, മരണത്തിന്മേൽ ചെയ്യാം, പാതാളത്തിന്മേൽ ചെയ്യാം, സേറ്റാൻമേൽ ചെയ്യാം, ലോകത്തിന്മേൽ ചെയ്യാം, ഇങ്ങനെയുള്ള ജയം നേടിയതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആകുവാൻ, ഭാഗമാക്കുവാനാണ് നീ ക്രിസ്തുവിലായിരിക്കുന്നത്. എന്നിട്ട് നിന്നോട് പറയാണ്, ഭയപ്പെടല്ല, അധൈര്യപ്പെടണ്ട, ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നിങ്ങൾ എല്ലാവരും അടുത്ത് വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക, അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴി, പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആരെ കുരുക്കൊപ്പിച്ചത്? ദൈവമാണോ? മൂപ്പന്മാര്? എന്താണ് നോക്കണം. ആ വാക്യം എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുത്തു. അവർ പുറപ്പെട്ടത് പർവ്വതത്തിൽ കയറി എസ്കലോ താഴ്വരയോളം ചെന്ന് ദേശം ഒറ്റുനോക്കി, ദേശത്തിന്റെ ഫലം ചില അവർ കൈവശമായി കൊണ്ടുവന്നു. അവരുടെ അടുക്കൽ വന്ന് വർത്തമാനമെല്ലാം അറിയിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന ദേശം നല്ലത് തന്നെ. സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം കർത്താവേ സ്തോത്രം, പുതിയ യെരൂശലേമിലെ വാസം സ്തോത്രം, എന്തോ എനിക്ക് എന്താരെന്നുള്ള പാട്ടൊക്കെ പാടും. എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ, വിഷയം കിടക്കുന്ന അവിടെയാ. മുന്നോട്ട് പോകാൻ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിനെ കൂടാതെ വാഴണം. ഞാൻ ഏതും തോട്ടം സമ്പാദിച്ച കാര്യമാണ്. എനിക്ക് ദൈവത്തെ, ഞാൻ നല്ല പാട്ടൊക്കെ പാടാം, ഞാൻ നല്ലവണ്ണം കൈയടിക്കാൻ, തകർത്ത് കൈയടിക്കാം. പക്ഷെ എന്നിൽ മറഞ്ഞു കിടക്കുന്നറിയാം, അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് കയറിപ്പോകാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു. അതാ എബ്രായത്തിൽ പറഞ്ഞത്, വിശ്വാസമായി പരിണമിച്ചില്ല. യഹോവ നമ്മെ പകക്കിയാൽ, ശ്രദ്ധിക്കണം, മിസ്രൈം ദേശത്ത് അടിമകളായി കിടന്ന് പട്ടിണിയും കരച്ചിയും കാഠിന്യവും ഉപദ്രവം കഴിഞ്ഞ് യഹോവയുടെ കരച്ചിലും നിലവിളിയും കണ്ടിട്ടാണ് അവിടെ വന്നത്. ഇപ്പൊ പറയാണ്, യഹോവ നമ്മെ പകക്കിയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമ്മോരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് മിസ്രൈം ദേശത്ത് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത്രേ യാത്ര ചെയ്ത് കടന്നു വന്ന ജനം പറയാണ്, വിശ്വാസത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാ വിടപ്പെട്ടത്, പാപത്തെ കുറിച്ചുള്ള അതിന് ന്യായവിധി എന്താണെന്ന് ഹൃദയത്തിൽ ബോധപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് അതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കാൻ കയ്യിലുണ്ടായിരുന്ന എല്ലാ ശ്രമങ്ങളും ചെയ്തു നോക്കി. പണ്ടത്തെ വിശ്വാസങ്ങളൊക്കെ ചെയ്തു നോക്കി, പള്ളിയിൽ പോയി നോക്കി, അമ്പലത്തിൽ പോയി നോക്കി, മല കയറി നോക്കി, ഉരുണ്ടു നോക്കി, കിടന്നു നോക്കി, ഇതിലൊന്നും സ്വസ്ഥത കിട്ടുന്നില്ല. അവസാനം കൊമ്പുകളെല്ലാം താഴ്ത്തി അടിമത്ത് പറഞ്ഞു, കർത്താവേ ഇത് എന്നെ ആര് രക്ഷിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്റെ വഴികളൊക്കെ ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സൗജന്യമായി നിന്റെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന് നിന്റെ അടുത്തുനിന്ന് കാണിക്കുന്നത്. ഇവനാ നിനക്ക് പാപപരിഹാരമായി തീർന്നത്. ഇവൻ മുഖാന്തരമല്ലാതെ നിനക്ക് ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ല. ഇത് മുഖാന്തരമല്ല നിനക്ക് ശാശ്വത സമാധാനത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അയ്യോ, എനിക്ക് രക്ഷ വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ നീട്ടി അവന് കർത്താവായി സ്വീകരിച്ചു. എന്നിട്ട് നിന്റെ സ്വഭാവം ഈ ക്രിസ്തുവിനെ കൂടാതെ വാഴുവാനുള്ള സ്വഭാവമായതുകൊണ്ട് നീ അതിൽ കൂടെ പോയി നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം ചെറിയൊരു നുകം നിന്റെ മേൽ വെച്ചു. ഇടുക്കമുള്ള വാതില്, ഞെരുക്കമുള്ള വഴി. എന്നിട്ട് ഇവിടെ വന്നപ്പോ പറയാണ്, ഒരു പരിശോധന, രോഗത്തിന്റെ ഒരു പരിശോധന, ദാരിദ്ര്യത്തിന്റെ ഒരു പരിശോധന, നിന്നയുടെ ഒരു പരിശോധന, ഒറ്റപ്പെടുത്തുന്ന ഒരു പരിശോധന വന്നപ്പോ പറയാണ്, യഹോവ എന്നെ പകയ്ക്കിയാല് എന്നെ നശിപ്പിപ്പാൻ ഈ രോഗം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നെ നശിപ്പിപ്പിക്കാൻ ചുറ്റുപാടുള്ള ജാതികളിൽ നിന്ന് നിന്ന കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നെ ഒറ്റയ്ക്കായി നശിപ്പിക്കാൻ തക്കവണ്ണം എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ ചാർച്ചക്കാര്, മക്കള്, ഭാര്യ, ഭർത്താവ് എല്ലാവരും എന്നെ അകന്നിരിക്കുകയാണ്. അതല്ല, നിന്നെ ഒന്ന് പരിശോധിക്കുക, താഴ്ത്തി ഒന്ന് പരിശോധിക്കുകയാണ്. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്
1000 ആണ്ട് വാഴ്ചയല്ല, കാനാൻ ദേശവുമല്ല, യുഗായുഗങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ സിംഹാസനത്തിലിരുന്ന് പുതിയ യെരൂശലേമിലുള്ള വാഴ്ചയാണ് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഈ 1000 ആണ്ട് വാഴ്ചയാണ് അവർ കൊടുത്ത പ്രോമിസ്, അബ്രാഹാമിന് കൊടുത്ത പ്രോമിസ്. ലിറ്ററലായിട്ട് അവര് അത് ചെയ്യും, നമ്മൾ അവരെ കൂടി ഉണ്ടായിരിക്കും. പക്ഷെ ലിറ്ററലായിട്ട് യോശുവയും കാലേബും അവിടെ എത്തിച്ചേർന്നു. ഇവിടെ പറഞ്ഞ വാക്കെന്താ? യഹോവ നമ്മെ പകയ്ക്കിയാൽ നമ്മെ നശിപ്പിക്കാനായി കഷ്ടതയുടെ തുറമുഖത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് 99% വിശ്വാസികളുള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം ഇതാണ് ഇടുക്കമുള്ള വാതിൽ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർക്ക് ദുർഗന്ധമായി വരുന്നത്. സൗരഭ്യവാസനയല്ല, അരോമയല്ല, ദുർഗന്ധം, മരണത്തിലേക്കുള്ള വാസന വരുന്നത്. ഞാൻ ഇപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ? എന്തുകൊണ്ടാണ് പോള് പറഞ്ഞ ദൈവസ്ഥ ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസന അത് ഞങ്ങൾ പ്രസംഗിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കാണിക്കുമ്പോൾ ചിലർക്കത് ജീവനിലേക്കുള്ള വാസനയാകുമ്പോൾ ചിലർക്കത് മരണത്തിലേക്കുള്ള വാസന. ദൈവം ഞങ്ങളെ പകയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ സുവിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുക. മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സ്വാതന്ത്ര്യം നിങ്ങൾ തരുന്നില്ല, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾക്ക് പച്ച മലയാളം മനസ്സിലാവുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. എവിടേക്കാകുന്നു നാം കയറിപ്പോകുന്നത്? ജനങ്ങൾ നമ്മൾക്ക് വലിയൊരു ദീർഘകാലം പട്ടണങ്ങൾ വലിയതും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ഞങ്ങൾ അവിടെ അനാക്കരെയും കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു പറഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. കാദേശ് മരുഭൂമിയിൽ നടുക്കുമാറായിരുന്നു യഹോവയുടെ ശബ്ദം മുഴങ്ങിയത്. എന്താ? ജനത്തെ തിരിച്ച് ചെങ്കടൽ കര വഴിയായിട്ട് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം 40 കൊല്ലം. എന്നാൽ യോശുവയും കാലേബും പൂർണ്ണമായി എന്നോട് പറ്റിയിരുന്നത് കൊണ്ട്, അവർക്ക് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് നശിച്ചു പോകുമെന്ന് പറഞ്ഞ മക്കളെയും ഭാര്യമാരെയും ഞാൻ അവിടെ എത്തിക്കും. ദൈവം യോശുവ മുഖാന്തരം യോർദാൻ കടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. നിനക്ക് പറയാനുള്ളത് യോശുവയെക്കാളും 10 ഇരട്ടി 1000 ഇരട്ടി ഉയർന്നൊരു സാക്ഷ്യമാണ് പറയാനുള്ളത്. യോശുവ പ്രാശ്ചിത്യത്തിന് നിഴലൊക്കെ അനുസരിച്ചോളൂ. നമ്മുടെ കൺമുമ്പില് അനാദിയിൽ ദൈവമായിരുന്നവൻ, സൃഷ്ടിതാവായിരുന്നവൻ മനുഷ്യനായിട്ട് അവതരിച്ച് നിന്നെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് അനുസരിച്ച് നിന്റെ വ്യക്തിപരമായി നിന്റെ പിതാക്കന്മാരുടെ മുഖാന്തരമുള്ള പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും നിനക്ക് പകരമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറി ശിക്ഷ അനുഭവിച്ച് നിന്നെ ജസ്റ്റ് വിശ്വസിക്കുന്ന മുഖാന്തരം നിന്നെ സൗജന്യമായിട്ട് നീതീകരിക്കുന്നു. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്ന പോലെ ഡിവൈൻ ജസ്റ്റിസ് നിന്നെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട് കണക്കിടാമെന്ന് പ്രോമിസ് തന്ന് നിന്നൊന്ന് ജസ്റ്റ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നിനക്കത് പറ്റുന്നില്ല, നിനക്ക് താല്പര്യമില്ല. ദൈവം ഞങ്ങളെ പകയ്ക്കുന്നതുകൊണ്ട് കൊല്ലുവാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം, ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് എപ്പോഴും ജയഘോഷമുണ്ട്. ക്രൂശിതയുടെ ജയത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആണ് നാം. സ്വർഗത്തിന് ഭൂമി സകല അധികാരം ക്രിസ്തുവിനോട് കൂടെ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മരണത്തിലേക്കുള്ള വാസനയായി തീരുന്നു. ഹല്ലേലൂയ. കടന്നു പോകാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് വായിച്ചു നോക്കാം. 13-ാം അധ്യായം. ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കാനദേശം ഒറ്റുനോക്കിയിട്ട് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഒരാളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. സാധാരണ ആൾക്കാരെന്നല്ല അയച്ചത്, ബലഹീന വിശ്വാസികളല്ല അയച്ചത്, ഓരോ ഗോത്രത്തിന്റെയും ലീഡേഴ്സിനെ. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. ഇന്ന് പെന്തിക്കോസ്തിലും ഇന്നലെ വന്ന് പുതിയ വിശ്വാസികൾക്കല്ല സംഭവിക്കുന്നത്. വലിയ വലിയ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവര് ലോകത്തിലേക്ക് നിരപ്പിക്കുന്നത്. സുവിശേഷം തന്നിരിക്കുന്നത് ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുകയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇന്ന് നേരെ തിരിച്ചാ പ്രസംഗിക്കുന്നത്. എല്ലാവരും തലവന്മാരാ.
വീണുപോയത് കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ വീഴിക്കാമെന്നാണ് അവർ രാത്രിയും പകൽ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് സഭ മുഖാന്തരം അറിവായി വരുന്നത്, എന്താണ് ക്രിസ്തുവിൽ നിവർത്തിച്ചത്. എന്നിട്ട് പറയാണ് നമ്മളോട്, അവർക്ക് സംഭവിച്ചതുപോലെ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്താല് നാം വീണു പോകാതിരിക്കത്തക്കവണ്ണം ഭയപ്പെടുക. എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ തുടരുക. ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. യോശുവ പറഞ്ഞെന്താ? മിസ്രൈം ദേശത്ത് നമ്മൾ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദേശം ചെന്ന് അവകാശമാക്കും. അത്രേ യോശുവ പറഞ്ഞുള്ളൂ, കാലേബും പറഞ്ഞുള്ളൂ. നമുക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി എൻ്റെ മേൽ വരേണ്ട ദൈവക്രോധാജ്ഞയുടെ ശിക്ഷ സ്വയമായിട്ട് അവൻ ഏറ്റെടുത്ത് ആ കാൽവരി ക്രൂശിലെ യാഗപീഠത്തില് ആ തീക്കനലും എടുത്തുകൊണ്ടാണ് സൗരഭ്യവാസനയാവുന്ന സുഗന്ധവർഗം, അവന്റെ ജീവിതമാവുന്ന സുഗന്ധ ധൂപവർഗമായിട്ടാണ് കൈപ്പണിയല്ലാത്ത സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നത്. നമുക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാ. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ പറയാൻ പറ്റില്ലായിരുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അതിനാണ് അവൻ 40 നാളോളം ശിഷ്യന്മാരുടെ ഇടയിൽ എല്ലാവരുടെ അവിശ്വാസം പോകത്തക്കവണ്ണം സേറ്റാൻ പ്ലാൻ ചെയ്യുന്നവനെ നല്ലവണ്ണം അറിയാം. 40 നാളോളം എല്ലാ പലയിടങ്ങളായിട്ട് വെളിപ്പെട്ടു. താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ വിശ്വാസം കൊടുത്തു. എമ്മാവുസിലേക്ക് പോയവര് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോസ്തലന്മാർ ആരും ആദ്യം വിശ്വസിച്ചില്ല. മഗ്ദലക്കാരി മറിയ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. എങ്കിലും കർത്താവ് നിരസിച്ച് കളഞ്ഞില്ല. അവിടെ ബലഹീനതയിന്മേൽ കർത്താവ് തുടർന്നുകൊണ്ട് തുടർന്ന് ബലഹീനരായിരിക്കും തുണയല്ല. എന്നാൽ പരിശുദ്ധാത്മാന്റെ നിറവ് വന്നതിന് ശേഷം ആരും പിന്മാറിയില്ല. വാളിനാരും ഭയപ്പെട്ടില്ല. നമുക്കൊക്കെ സാക്ഷ്യങ്ങൾ അതൊക്കെ നമുക്ക് കണക്കുകൂടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അളവുകോൽ എന്താണ്? ലഭിച്ചതായുള്ള വിശ്വാസം. എത്ര ലഭിച്ചോ അതിനനുസരിച്ചായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അനാദികാലം മുതൽ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന കാര്യം. എന്താണ് ക്രിസ്തുവിൽ നിവർത്തിച്ച് സഭ മുഖാന്തരം നമുക്ക് അറിവായി വരുന്നത്. അവനിൽ ആശ്രയിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രവേശനം ധൈര്യം കിട്ടുന്നു. എന്തുകൊണ്ട് ഇസ്രായേലിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല? വിശ്വാസമായി പരിണമിച്ചില്ല. ഇറങ്ങിത്തിരിച്ചു. 32 ലക്ഷം പേരെ ഇറങ്ങിത്തിരിച്ചത്. നന്നായി മന്ന തിന്നു, ഡെയിലി മന്ന തിന്നു. വാക്തത്തിൽ ആരിൽ എത്തുന്നോളം മന്ന കൊടുത്തു. ഗോരേവില് കാളക്കുട്ടി ഉണ്ടാക്കിയ ദിവസവും രാവിലെ മന്ന പറക്കി തിന്നിട്ടാണ് കാളക്കുട്ടി ഉണ്ടാക്കിയത്. ദൈവം അത് ഒന്നും മുടക്കിയില്ല. അന്ന് രാവിലെയും കാളക്കുട്ടി ഉണ്ടാക്കി തലേ ദിവസം പ്ലാൻ ചെയ്തു. കാളക്കുട്ടി ഉണ്ടാക്കിയ ദിവസവും രാവിലെ മന്ന പൊഴിച്ചു. പാളയത്തിൽ മഞ്ഞൊന്നും പൊഴിയാതിരുന്നില്ല. പക്ഷേ ഇതിന്റെ പുറകെ ശിക്ഷയും വന്നു. അപ്പോൾ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോവാ, അധികം നേരം പറയേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലായി. അവിശ്വാസമായിരുന്നു ഇസ്രായേലിന് പ്രോമിസ് ലാൻഡിക്ക്. അതിന് തൊട്ടടുത്ത് വന്ന് മൂപ്പന്മാരെല്ലാം പോയി ഫലം കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ നല്ല ദേശം തന്നെയാണ്. സാക്ഷ്യവും കൊണ്ടുവന്നു. പക്ഷെ പ്രതികൂലം. ഇടുക്കമുള്ള പാത പ്രതികൂലമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വഴി പ്രതികൂലമാണ്. ദുഷ്ടനായ ശത്രു നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കിടന്നിട്ട് ഭീതിപ്പെടുത്തുന്നതാണ്. കർത്താവ് പറഞ്ഞത്, കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടരുത്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ആരാ പറഞ്ഞേ? വാക്ക് മാറാൻ കഴിയാത്തവൻ. സ്തോത്രം. അപ്പോൾ അവിശ്വാസത്തിന്റെ സമദൃഷ്ടാന്തത്താൽ വീണ് പോകാതെ ഇനിയും അതിന്റെ കാര്യം പറഞ്ഞല്ലോ. അവർക്ക് വീണ് പോകാൻ യോശുവരെ പിൽക്കാലത്ത് ദൈവം കൈവർത്തി സത്യം ചെയ്താണ് അവർ സ്വത്തയിൽ പ്രവേശിക്കില്ലെന്ന്. എന്നിട്ട് പോലും യോശുവയുടെ കാലഘട്ടത്തിൽ ദൈവം സ്വത്തയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ദാവീദ് മുഖാന്തരം പറയുകയാണ്. അത് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പറയുന്നത്, അവരെ പോലെ നാമസദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരെ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാം അല്ല സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിന് പ്രവർത്തിക്ക് തീർന്നു പോയ ശേഷം അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
ഏഴാം നാളിൽ ദൈവം തന്നെ സകല പ്രവൃത്തികളിൽ നിന്ന് നിർവൃത്തനായി ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ലെന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സുവിശേഷം കഷ്ടതയുടെ കൊല്ലുവാനല്ല കഷ്ടത തരുന്നത്. നമ്മളിൽ ഒരു നേച്ചർ പറഞ്ഞിരിക്കുന്നത് വളരെ എഴുതി വയ്ക്കുക, ഹൃദയത്തിൽ എഴുതി വയ്ക്കുക. എന്നിലൊരു നേച്ചർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഏതത്തോട്ടത്തിൽ സമ്പാദിച്ചതാണ്? ദൈവത്തെ കൂടാതെ വാഴണം എന്നുള്ളൊരു വാചനം. ഈ നേച്ചർ നമ്മളിൽ ഡെവലപ്പായി മുന്നോട്ട് പോയി നാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടതയുടെ മാർഗം. ആരെയും കഷ്ടപ്പെടുത്തുവാനല്ല, ഞെരുക്കി കൊല്ലുവാനല്ല. ദൈവം നമ്മളെ കൊല്ലുവാനല്ല ഈ പാത തന്നിരിക്കുന്നത്. നല്ലവണ്ണം ഉറയ്ക്കുക. എന്നിലിങ്ങനെ ഒരു സ്വഭാവം മറഞ്ഞിരിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ കൂടാതെ വാഴണം. അതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞത്. കൊമ്പിന് വേണ്ടി മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തെ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകിയ ദൈവത്തിന്റെ ജനത്തിന്, ആരാത്? നാം ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം, ഒരു റെസ്റ്റ് ശേഷിച്ചിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കാനാണ്. അതാണ് പോള് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, എഫെസ്യരിലും 3-ാം അധ്യായത്തിൽ പറയുന്നത്. അവനെ ആശ്രയിച്ചിട്ട് അവരുടെ വിശ്വാസത്തെ ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതാണ് ഈ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, സേവിങ് ഫെയ്ത്ത്. അവനെ ആശ്രയിച്ചിട്ട് ഉയർത്തെന്നിട്ടാണ്. ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട്, സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനെ ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട്. ക്രൂശ് പരാജയമല്ല, ക്രൂശ് ജയമാണ്. ലോകത്തിന്മേൽ ജയം, മരണത്തിന്മേൽ ജയം, പാതാളത്തിന്മേൽ ജയം, സേറ്റാൻമേൽ ജയം, പാപത്തിന്മേൽ ജയം. ക്രൂശ് ജയമാണ്. ക്രൂശ് നമ്മളെ കഷ്ടപ്പെടുത്തുവാനല്ല, ഞെരുക്കുവാനല്ല. നമ്മൾ ഇങ്ങനെ ഒരു നേച്ചർ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് അപകടകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം നമുക്ക് ഈ ഞെരുക്കമുള്ള പാത നല്ലത് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ഗുഡ്. ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കുക. പിറുപിറുത്തുകൊണ്ടല്ല, ശപിച്ചുകൊണ്ടല്ല, പ്രാഗിക്കൊണ്ടല്ല. കർത്താവേ, ഈ സത്യം എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ, ഞാൻ ഹൃദയപൂർവ്വം ഇതിനെ ഏൽപ്പിക്കുകയാണ്. അതിന് ഉറയ്ക്കുക. പരിശോധന വരുമ്പോൾ പതറുന്നുണ്ടെങ്കിൽ, കർത്താവേ, എനിക്ക് മനസ്സിലായതിൻ്റെ നേച്ചർ എത്രയാണ്. പ്ലീസ് ലോർഡ് ഹെൽപ്പ് മീ. തത്സമയത്ത് കൃപ പ്രാപിപ്പാനായി കൃപാസനത്തെ തത്സമയത്ത്, ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃപാസനയ്ക്ക് ചെല്ലാൻ നിങ്ങൾക്ക് പൂർണ്ണ ധൈര്യം. എന്താ? ക്രിസ്തുവാണ് ഡോറ്. അവിടെ നമുക്ക് ഭയപ്പെടേണ്ട, ദൈവക്രോധത്തിന്റെ ഭയം വേണ്ട. തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ നിനക്ക് ഓവർകം ചെയ്യാം. എന്താ വേണം? നിന്റെ കഴിവ് കൊണ്ടല്ല, കൃപയാൽ ഓവർകം ചെയ്യാം. എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. പരിശുദ്ധ സ്വർഗീയ പിതാവേ, ജനത്തിൽ വിശ്വാസമായി പരിണമിക്കത്തക്കണം നീ പ്രവർത്തിച്ചേ മതിയാവുള്ള കർത്താവ്. ഞങ്ങളുടെ ബലഹീനമേ നിന്റെ കൃപ കൊണ്ട് കവിമാറാൻ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.